ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദേശീയ വരുമാനത്തിലെ ചില പ്രധാന ആശയങ്ങളാണ്. ദേശീയ വരുമാനം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട നിരവധി നിർവചനങ്ങളും വിശദീകരണങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. മാത്രമല്ല ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ആവശ്യകതയും വളരെ നല്ല രീതിയിൽ നാം മനസ്സിലാക്കി. ഇനി ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദേശീയ വരുമാനം കാണുന്നതിലെ ആദ്യത്തെ ആശയമായിട്ടുള്ള മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP എന്നാണ് പറയുക. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ വസ്തുക്കളിലും അല്ലെങ്കിൽ ഓരോ ഉൽപ്പന്നങ്ങളുടെയും അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അഥവാ നമുക്കറിയാം, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ വസ്തു വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അവസാനമാണ് ആ വസ്തു പരിപൂർണമായിട്ടുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമായി മാറുക. അങ്ങനെ അവസാനം ജനങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ഉൽപ്പന്നം മാറുമ്പോഴാണ് അതിനെ അന്തിമ ഉൽപ്പന്നം എന്ന് പറയുക. അങ്ങനെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം ഉണ്ടായിട്ടുള്ളത്. അഥവാ ഉപഭോഗത്തിനായി ലഭ്യമാക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. ഉപഭോഗത്തിനായി തയ്യാറാക്കുന്ന എന്ന് പറഞ്ഞാൽ അഥവാ വിൽക്കാനും വാങ്ങാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്ന രൂപത്തിൽ ഒരു ഉൽപ്പന്നം മാറുമ്പോഴാണ് അതിനെ അന്തിമ ഉൽപ്പന്നം എന്ന് പറയുക. ഉദാഹരണത്തിന് തുണി, നൂല്, ബട്ടൺസ് ഇവയൊക്കെ എന്താണ്, അസംസ്കൃത വസ്തുക്കളാണ്. വിവിധ അസംസ്കൃത വസ്തുക്കളാണ്. ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഷർട്ട് നിർമ്മിക്കുന്നത്. ഇവിടെ ഉപഭോഗത്തിനുള്ള ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം. അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള തുണിയോ നൂലോ ബട്ടൺസ് ഒന്നും അന്തിമ ഉൽപ്പന്നമല്ല. പകരം അത് ഷർട്ടായി മാറുമ്പോഴാണ് അത് അന്തിമ ഉൽപ്പന്നമായി മാറുക. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. മുകളിൽ നൽകിയ ഉദാഹരണത്തിൽ ഷർട്ടിൻ്റെ മൂല്യത്തിൽ ബട്ടൺസ്, തുണി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെയും മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ പണവും അതിൽ ഉൾപ്പെട്ടിരിക്കും. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അഥവാ മണി വാല്യൂ ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷം. അഥവാ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഇടയ്ക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെയാണ് GNP അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇത് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് GNP എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമെങ്കിൽ ഇതിനിടയിൽ ഇന്ത്യയിലെ ഓരോ വ്യവസായശാലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള അന്തിമ ഉൽപ്പന്നങ്ങൾ അഥവാ ബട്ടൺസും അതുപോലെ തന്നെ തുണിയൊക്കെ ചേർത്ത് ഒരു ഷർട്ടായിട്ടുണ്ടെങ്കിൽ ആ ഷർട്ടിൻ്റെ വാല്യൂ ആണ് അല്ലെങ്കിൽ ആ ഷർട്ടിൻ്റെ മണി വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പണമൂല്യമാണ് എന്തിലേക്ക് കണക്കാക്കുന്നത്, ദേശീയ വരുമാനത്തിലേക്ക് കണക്കാക്കുന്നത്. അല്ലാതെ ഷർട്ടിലെ തുണിക്കൊരു പണവും അതുപോലെ തന്നെ ബട്ടൺസിന് മറ്റൊരു മൂല്യവും കണക്കാക്കുകയല്ല. പകരം ഇതെല്ലാം ചേർന്ന അന്തിമ ഉൽപ്പന്നത്തിൻ്റെയും സേവനങ്ങളുടെയും കൃത്യമായിട്ടുള്ള പണമൂല്യം കണക്കാക്കിക്കൊണ്ടാണ് ദേശീയ വരുമാനം കണ്ടെത്തുക. ഈ രീതിയിൽ ഉള്ള ദേശീയ വരുമാനത്തെ കണ്ടെത്തുന്ന ആശയത്തെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം GNP എന്ന് പറയുന്നത്. അടുത്തത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. നേരത്തെ നമ്മൾ ചർച്ച GNP ആയിരുന്നു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP ആണ്. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര
അതിർത്തികൾക്കുള്ളിൽ അഥവാ രാജ്യാതിർത്തിക്കുള്ളിൽ ഡൊമസ്റ്റിക് ടെറിറ്ററിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഉദാഹരണം, ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്കയിലെ GDPയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ GNPയിലാണ് ഉൾപ്പെടുത്തുന്നത്. അത് ഇന്ത്യയുടെ GDPയിൽ ഉൾപ്പെടുത്താറില്ല. അതായത് ഇന്ത്യയിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനങ്ങൾ ഒഴിവാക്കുന്നു. അഥവാ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് ഇന്ത്യയിലേക്ക് പണം മുടക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആ പണം ഒഴുകി വരുന്നുണ്ടെങ്കിൽ പോലും അത് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ കണക്കാക്കാറില്ല. പകരം അത് ആ രാജ്യത്തിൻ്റെ GDPയിലാണ് ഉൾപ്പെടുത്താറുള്ളത്. പക്ഷെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ആശയപ്രകാരം GNPയിൽ അതെന്ത് ചെയ്യാറുണ്ട്? ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ, രാജ്യാതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ മൊത്തത്തിൽ കണക്കാക്കിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അതിൽ രാജ്യത്തിൻ്റെ പുറത്തുള്ള, രാജ്യാതിർത്തിക്ക് പുറത്തുള്ള ഒരു വസ്തു പോലും, അല്ലെങ്കിൽ ഒരു പണമൂല്യം പോലും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വരുമാനവും അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത്തരത്തിൽ ദേശീയ വരുമാനത്തെ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരാശയത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP എന്ന് പറയുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്ക GDPയിലാണ് ഉൾപ്പെടുത്തുക. പക്ഷെ ഇന്ത്യ അത് GDPയിൽ ഉൾപ്പെടുത്തുകയില്ല. പകരം ഇന്ത്യ അത് GNPയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യയിലെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാവിധ ഉൽപ്പന്നങ്ങളെയും, അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ വരുമാനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുന്നത്. അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിനുള്ള വിവിധ ആശയങ്ങൾ, അല്ലെങ്കിൽ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ചർച്ച ചെയ്തത് GNP ആണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. സെക്കൻഡ് വൺ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു വർഷം നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിച്ചാൽ അടുത്ത വർഷം വിറ്റാൽ അതിന് വാങ്ങിയ വില തന്നെ നമുക്ക് ലഭിക്കില്ല. കാരണം എന്താണ്? നമ്മൾ ഈ കമ്പ്യൂട്ടർ വാങ്ങി ഒരുപാട് വർഷങ്ങൾ, അല്ലെങ്കിൽ ഒരു വർഷം ഉപയോഗിച്ച് അതിന് ധാരാളം തേയ്മാനങ്ങളും അതിൻ്റെ യന്ത്രങ്ങളും മറ്റൊക്കെ ഒരുപാട് കേട് ഒക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കുന്ന ഒരു വസ്തുവിന് അതിന് കൃത്യമായിട്ട് നമ്മൾ വാങ്ങിയ അതേ വില ഒരിക്കലും കിട്ടാറില്ല. അതുപോലെ യന്ത്ര സാമഗ്രികളും മറ്റു സാധനങ്ങളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കാറുണ്ട്. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിനെയാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ചാർജ് എന്നാണ് സാധാരണ രീതിയിൽ ഇതിനെ പറയാറുള്ളത്. അഥവാ ഒരു വ്യവസായത്തിൽ വിവിധ തരത്തിലുള്ള മെഷീനറികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വർഷങ്ങളോളം ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ യന്ത്ര സാമഗ്രികൾക്ക് ധാരാളം തേയ്മാനം, ധാരാളം പ്രശ്നങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള തകരാറുകളും ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള തകരാറുകളും ഇത്തരത്തിലുള്ള തേയ്മാനങ്ങളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിനെയാണ് തേയ്മാന ചെലവ് അഥവാ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് ദേശീയ ഉൽപ്പന്നം NNP എന്ന് പറയുന്നത്. സാങ്കേതികമായി ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു ആശയപ്രകാരം നമ്മൾ പറഞ്ഞു ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ വിവിധ ആശയങ്ങൾ നാം ചർച്ച ചെയ്തു. GNP ചർച്ച ചെയ്തു, GDP ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന NNP ആണ്. അറ്റ ദേശീയ ഉൽപ്പന്നമാണ്. അറ്റ ദേശീയ ഉൽപ്പന്നം കണ്ടെത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിൽ തേയ്മാന ചെലവ് കൂടി നാം പരിഗണിക്കാറുണ്ട്. ഈ തേയ്മാന ചെലവ് പരിഗണിക്കുമ്പോൾ ദേശീയ വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം NNP എന്ന് പറയുന്നത്. സാങ്കേതികമായിട്ട് നമ്മൾ പറയുമ്പോൾ അറ്റ ദേശീയ ഉൽപ്പന്നത്തെയാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം കണ്ടെത്താൻ വേണ്ടി നാം ചെയ്യേണ്ടത് മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. മൊത്ത ദേശീയ ഉൽപ്പന്നം എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് തേയ്മാന ചെലവ് നാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ ദേശീയ ഉൽപ്പന്നം ലഭ്യമാകും. ഇത് ദേശീയ വരുമാനം കാണുന്നതിലെ മൂന്നാമത്തെ ആശയമാണ്. അടുത്തത് പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം എന്നാണ് പറയാറുള്ളത്. ഇത് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിനുള്ള ആശയങ്ങളിലെ നാലാമത്തേതാണ്. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്ന് പറയും. രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും വേണ്ടിയാണ് പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നത്. അപ്പോൾ പ്രതിശീർഷ വരുമാനം ഈക്വൽ ടു ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. ഒരു നാട്ടിൽ 1000 രൂപയാണ് അവിടുത്തെ ദേശീയ വരുമാനമെങ്കിൽ അവിടെ 10 ആളുകളുണ്ടെങ്കിൽ 1000 ഹരിക്കണം 10. സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തിയുടെയും ആളോഹരി വരുമാനം 100 ആണ് എന്ന് വ്യക്തമാക്കാൻ കഴിയും. ഇതേ രീതിയിൽ കോടിക്കണക്കിന് ദേശീയ വരുമാനം വരുന്ന രാജ്യങ്ങളിലെ ആ ദേശീയ വരുമാനത്തെ അവിടെയുള്ള മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ആ രാജ്യത്തെ പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്.